ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് ദൈവരാജ്യത്തിലേക്കുള്ള പാത. ദൈവരാജ്യത്തിലേക്കുള്ള പാത. ക്രിസ്തീയ ജീവിതം ദൈവരാജ്യത്തിലേക്കുള്ള നിരന്തരമായ തീർത്ഥാടനമാണ്. ആ യാത്രയിൽ തിന്മകളോടുള്ള ശക്തിയുമായുള്ള പോരാട്ടം അനിവാര്യമാണ്. ദൈവരാജ്യത്തിലേക്കുള്ള ഓരോ കാലടി വയ്ക്കുന്നതും ശക്തി ലഭിക്കുന്നത് നോമ്പിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നുമാണ്. ദൈവരാജ്യത്തിലേക്കുള്ള ഓരോ കാലടി വയ്ക്കുന്നതിനും ശക്തി ലഭിക്കുന്നത് നോമ്പിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നുമാണ് എന്നുള്ള വിവരം നമ്മുടെ സഭാപിതാക്കന്മാർ പ്രാക്ടിക്കലായി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സഭാംഗങ്ങളുടെ ആത്മീയ തീർത്ഥാടനത്തിൽ മാർഗദീപങ്ങളായി സഭ കാനൂനിക നോമ്പുകളും യാമപ്രാർത്ഥനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർപ്പ് മുതൽ പെന്തക്കോസ്തി വരെയുള്ള ദിവസങ്ങളിലും ശനി, ഞായർ, മാറാനായ പെരുന്നാളുകൾ എന്നിവയും ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉപവസിക്കുന്നതിന് സഭ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നോമ്പും പ്രാർത്ഥനയും. പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി 40 ദിവസം കർത്താവ് ഉപവസിച്ചു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു എന്ന്. വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്തായുടെ സുവിശേഷം 1-ാം അധ്യായം 12-ഉം 13-ലും ഇപ്രകാരം പറയുന്നു, അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്ന് ഇവിടെ എടുത്തു പറയുന്നതായി നമുക്ക് കാണാം. വിശുദ്ധ എവൻഗേലിയോസായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യം നോക്കുമ്പോൾ അതിൽ പറയുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചു അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസായുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്നാണ്. വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസായുടെ സുവിശേഷം 9-ാം അധ്യായം 29-ൽ ഇപ്രകാരം പറയുന്നു, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒരു നാളും വിട്ടുമാറുകയില്ല എന്ന് അവൻ പറഞ്ഞു. അതായത് അകൽക്കർസായുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലാതെ അവൻ നമ്മളെ വിട്ടുമാറുകയില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ആവശ്യിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മൾ ഉണ്ടാകുമ്പോൾ അകൽക്കർസായിക്ക് നമ്മുടെ അടുത്തേക്ക് വരുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നാണ് ഈ വേദഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിമുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്നാണ് സ്വയം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മെ ഉദ്ബോധിപ്പിച്ചത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും സുപ്രധാന സ്ഥാനമുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാം വാക്യത്തിലും 14-ന്റെ 23-ലും ഇതിനെക്കുറിച്ച് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് ഖബറിൽ കഴിഞ്ഞത് 40 മണിക്കൂറുകളാണ്. ഇപ്രകാരം ശ്രീഹന്മാരും 40 മണിക്കൂറുകൾ നോമ്പ് ആചരിച്ചുവെന്ന് ഡിഡാക്കെ എന്ന ഗ്രന്ഥത്തിൽ തൃത്തുല്യൻ പറയുന്നുണ്ട്. പിന്നീട് അതിൻ്റെ സമയം ദീർഘിപ്പിച്ച് 40 ദിവസങ്ങളാക്കി എന്നും പിതാക്കന്മാർ അവര് എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആദിമസഭയിൽ സ്ഥാനാർത്ഥികൾക്കായി ഇത് ആരംഭിക്കുകയും ഉയർപ്പ് നാളിൽ അവരെ സ്നാനം കഴിപ്പിക്കുകയും ദൈവമക്കൾ ആക്കി തീർക്കുകയും ആയിരുന്നു ആദിമ സഭകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. AD 250 എഡേസായിലെ സഭയിൽ 40 ദിവസത്തെ ഉപവാസം ആരംഭിച്ചു. തുടർന്ന് AD 325-ൽ നിക്കിയ സുനകദോസ് സഭയിലെങ്ങും ഈ നോമ്പ് ആചരിക്കാം എന്ന് തീരുമാനിച്ചു.
ജനങ്ങൾ 40 ദിവസത്തെ നോമ്പ് എടുക്കണം. ഇത് ആചരിക്കാത്തവർ ഉയർപ്പ് പെരുന്നാളിൽ സംബന്ധിക്കുവാൻ അയോഗ്യനാകുന്നു എന്നാണ് വിശുദ്ധ അത്താനാസിയോസ് എഴുതിയിരിക്കുന്നത്. ആത്മാക്കളുടെ രക്ഷയ്ക്കായി 40 ദിവസം പ്രാർത്ഥിക്കുകയും ഉപവാസത്തിനായും മാറ്റിവെക്കുവാൻ യെരുശലേമിലെ വിശുദ്ധ കൂറിലോസ് ആവശ്യപ്പെടുന്നു. വലിയ നോമ്പ് 1-ാം നൂറ്റാണ്ടിലും 3 നോമ്പ് 4-ാം നൂറ്റാണ്ടിലും സ്ലീഹാ നോമ്പ്, ശൂനോയ നോമ്പ്, 25 നോമ്പ് 9-ാം നൂറ്റാണ്ടിലും സഭ ആരംഭിച്ചുവെന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവ സംസർഗത്തിന് ഹൃദയവും മനസ്സും നാവും ഒരുക്കുന്നതിൽ നോമ്പിൽ സുപ്രധാന പങ്കുണ്ട്. വിശക്കുന്ന ലോകത്തെ ആത്മീയ ജീവിതത്തിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള ഉപാധി കൂടിയാണ് ഉപവാസം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഹെർമാസിന്റെ ഇടയൻ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ ഉപവാസം യഥാർത്ഥമാകണമെങ്കിൽ നീ ഉപവസിക്കുന്ന സമയത്തെ നിന്റെ ഭക്ഷണം ഒരു വിധവയ്ക്കോ അനാഥനോ അല്ലെങ്കിൽ ആവശ്യത്തിലിരിക്കുന്നവർക്കോ ആർക്കെങ്കിലുമോ അത് നൽകണം എന്നാണ്. നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതായ ഒരു പാട്ടുണ്ട്: ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ഒന്നാമത്തേത് നോമ്പും പ്രാർത്ഥനയുമായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് യാമപ്രാർത്ഥനകളാണ്. സന്ധ്യാനമസ്കാരവും സൂത്താറായും രാത്രി നമസ്കാരവും പ്രഭാതവും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം 7 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഡിഡാക്കെ അനുശാസിക്കുന്നുണ്ട്. പൗരസ്ത്യ സഭകളിൽ 7 യാമങ്ങളിലാണ് നിത്യപ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാം. സന്ധ്യ, സൂത്താറ, രാത്രി, പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി എന്നിവയാണ്. 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഈ 7 യാമങ്ങളും സഭയിൽ ആരാധനയിൽ സ്ഥാനം പിടിച്ചു. AD 380 എഴുതപ്പെട്ട അപ്പോസ്തോലിക പ്രമാണങ്ങൾ, അപ്പോസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. പ്രഭാതത്തിലും 3-ാം മണിയിലും 6-ാം മണിയിലും 9-ാം മണിയിലും സന്ധ്യയിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ അതത് ദിവസാരംഭത്തിൽ ദൈവം നിങ്ങൾക്കായി പ്രകാശം നൽകുന്നതിന് സ്തുതിക്കണം. 3-ാം മണിക്ക് നിങ്ങൾക്കായി പിലാത്തോസിൽ നിന്നും മരണവിധി സ്വീകരിച്ചതിനും 6-ാം മണിക്ക് ക്രൂശിൽ മരിച്ചതിനും കർത്താവിനെ സ്തുതിക്കണം. 9-ാം മണിക്ക് കർത്താവിൻ്റെ ക്രൂശ് മരണ സമയത്ത് യഹൂദന്മാരുടെ ക്രൂരത സഹിക്കാൻ വയ്യാതെ ഭൂമി കുലുങ്ങിയതിനെ നിങ്ങൾ അനുസ്മരിക്കണം. സന്ധ്യയ്ക്ക് പകലത്തെ അധ്വാനങ്ങളിൽ നിന്നും വിശ്രമം നൽകിയതിന് കർത്താവിനോട് നന്ദി പറയുക. കോഴി കൂവുന്ന സമയത്ത് ഒരു പുതിയ ദിവസം നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ള വിളംബരത്തിന് ദൈവത്തെ സ്തുതിക്കണം. ഓരോ യാമങ്ങളിലും പ്രത്യേകം അർത്ഥം നൽകുന്ന അത് ശ്രദ്ധേയമാണ്. സൂത്താറ പ്രാർത്ഥനയെക്കുറിച്ച് ഈ രേഖകൾ പരാമർശിക്കുന്നില്ല. 5-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുള്ള മറ്റ് രേഖകളിൽ നിന്നും സൂത്താറ പ്രാർത്ഥനയെ പറ്റി മനസ്സിലാക്കാം. സൂത്താറ എന്ന വാക്കിൻ്റെ അർത്ഥം, അത് ഗ്രീക്ക് വേർഡാണ്, കാവൽ അഥവാ മറവ് എന്നാണ്. സൂത്താറ എന്ന പേര് ഉണ്ടായത് 91-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യത്തിൽ നിന്നാണ്. റെസത്തോറോ, അതായത് ഗ്രീക്ക് ഭാഷയാണ് റെസത്തോറോ, അതായത് വസിക്കും എന്നാണ് ഇതിൻ്റെ വാക്ക്. ആ ഗ്രീക്ക് ബൈബിൾ വായിക്കുമ്പോഴാണ് റെസത്തോറോ എന്ന വാക്ക് അവിടെ വരുന്നത്. പകലിലെ അധ്വാനത്തിൽ നിന്നും വിരമിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉറങ്ങുവാൻ പോകുന്നു എന്നാണ് സൂത്താറ പ്രാർത്ഥനയുടെ അർത്ഥം. സുറിയാനി സഭയിൽ ആഴ്ചവട്ടത്തിലെ 7 ദിവസങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ ശീമ നമസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. ശീമ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം സാധാരണ എന്നാണ്. നാം ഓരോ ദിവസത്തെ പ്രാർത്ഥന അതിൽ 7 യാമമായി തിരിച്ചിട്ടുണ്ട്. 9-ാം മണിയുടെ പ്രാർത്ഥനയുടെ വിഷയം മരിച്ച് പോയവരുടെ ഓർമ്മയാണ്.
സൂത്താറായുടെ പ്രാർത്ഥനയിൽ അനുതാപത്തിൻ്റെ പ്രാധാന്യം നൽകുന്നു. ബുധനാഴ്ച ദൈവമാതാവിനെയും രക്തസാക്ഷികളായ സ്ലീഹന്മാരെയും, വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ ക്രൂസ് മരണത്തെയും, ശനിയാഴ്ച മരിച്ചുപോയ എല്ലാ പട്ടക്കാരെയും വിശ്വാസികളെയും, ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ ഉയർപ്പും പ്രാർത്ഥനയിൽ നാം ഓർക്കുന്നു. ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നോമ്പ് നോക്കുന്നതും ദൈവരാജ്യത്തിലേക്കുള്ള പാതയാണ് എന്ന് നാം മറക്കരുത്. യാമപ്രാർത്ഥനകളിലൂടെ നാം നല്ല ഒരു വിശ്വാസി ആയിത്തീരുന്നു. നമുക്ക് ഒരു പാട്ട് കൂടെ പാടാം. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ആ വിളിയെ നമ്മൾ ഒരിക്കലും മറക്കാതെ രണ്ട് കരങ്ങളും നീട്ടി ആ വിളിയെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ, മനസ്സോടെ അവനിലേക്ക് അടുക്കുന്നുവെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആയിരിക്കുന്നെങ്കിൽ നമുക്ക് അത് അർത്ഥവത്തായി തീരും. അല്ല എങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ലാതെ വരും. നല്ല ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന് പിതാക്കന്മാർ നമ്മെ കാട്ടിത്തന്നതായ വഴികളിലൂടെ ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.